എൻ സുബ്രഹ്മണ്യന്റെ പ്രതികരണമാണ് തത്സമയം കണ്ടത്. ഇപ്പോൾ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. വി എസ് രഞ്ജിത്ത്, എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ നിർമ്മല ആശുപത്രിയിൽ നിന്ന് നേരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയല്ലേ? സുജി, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സാധാരണഗതിയിലായതിനെ തുടർന്ന് ഇവിടുന്ന് ഇപ്പോൾ ചേവായൂർ സ്റ്റേഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീട്ടിലേക്ക് പോലീസ് എത്തിയത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വീട്ടിലേക്ക് പോലീസ് എത്തിയത് മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയാണ്. പോലീസ് മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നൊരു ആവശ്യം ഉന്നയിച്ചത്. അതായത് സാധാരണ നടപടി പ്രകാരം വീട്ടിൽ വന്ന് മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് സ്റ്റേഷൻ രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യം കൊടുക്കുക എന്നുള്ള നടപടിക്രമത്തിലേക്ക് പോകേണ്ടതിന് പകരം ഈ പിന്നീട് വരികയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ഗുരുതരമായ ആരോപണവുമാണ്. കാരണം സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നുള്ളൊരു നിർദ്ദേശം അങ്ങോട്ട് കിട്ടുക എന്നുള്ളത്, അത് എവിടെ നിന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്? മൊഴി രേഖപ്പെടുത്തി തുടങ്ങിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം എങ്ങനെ വന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം വീട്ടിൽ പോലീസ് എത്തുന്നത് ആദ്യം മൊഴിയെടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ മൊഴിയെടുക്കാൻ വന്നു, ചോദ്യം ചെയ്യാൻ വന്നു എന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥരാരോ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കണം എന്നൊരു വിവരം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. അദ്ദേഹത്തിന് പ്രാതൽ കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ അദ്ദേഹത്തിൻ്റെ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്ന് കഴിക്കാൻ പോലുമുള്ള അവസരം കൊടുക്കാതെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എൻ സുബ്രഹ്മണ്യൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇത് AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നും അദ്ദേഹം രാഷ്ട്രീയമായി ഒരു ആരോപണമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ കേസിൽ ഇത്തരത്തിലൊരു കസ്റ്റഡിയുടെ ആവശ്യമില്ല, ഇത്തരത്തിലൊരു കസ്റ്റഡി എടുക്കേണ്ട സാഹചര്യമില്ല. അതായത് ജയിലിൽ അടച്ചാലും പോരാട്ടം തുടരും എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഇതിൽ ഉന്നത ഇടപെടലുണ്ട് എന്ന ആരോപണമാണ് കസ്റ്റഡിയിലാകുന്ന എൻ സുബ്രഹ്മണ്യൻ തന്നെ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ നിസ്സാരമായി കണക്കാക്കേണ്ട ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു നടപടി, ഒരു ക്രിമിനൽ വലിയ കുറ്റം ചെയ്ത പോലെ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ചോദിക്കുന്നത്, എൻ സുബ്രഹ്മണ്യൻ ചോദിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടലായി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചേവായൂർ സ്റ്റേഷനിലേക്ക് സുബ്രഹ്മണ്യനെ എത്തിച്ചിരിക്കുകയാണ്. മുദ്രാവാക്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ. ഗവൺമെന്റിന്റെ അങ്ങനെ ചേവായൂർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. നമുക്കൊപ്പം AK അഭിലാഷ് കൂടിയുണ്ട്. AK അഭിലാഷ്, ചേവായൂർ സ്റ്റേഷനിൽ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുകയായിരുന്നു സുബ്രഹ്മണ്യനെ കൊണ്ടുവരുന്നത് അറിഞ്ഞ്. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതിനിടയിലാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് പ്രതികരണം എടുക്കാനൊക്കെ ശ്രമിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തുകയും മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ അല്പസമയങ്ങൾക്ക് തന്നെ ആരംഭിക്കും. നേരത്തെ 9 മണിയോടുകൂടി തന്നെ ചേവായൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു നമുക്ക് വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ കൊണ്ടുവരുന്ന വഴിക്ക് കുന്നമംഗലത്ത് വെച്ച് അദ്ദേഹത്തിന് ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടുകൂടി വെള്ളിമാട് കുന്നിലെ നിർമ്മല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ മരുന്ന് നൽകി നിരീക്ഷണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനകത്ത് പുറത്തുഭാഗത്തായിട്ട് തന്നെ
വലിയ തരത്തിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തത് പോലീസിനെതിരെ അതിരൂക്ഷമായ പ്രതികരണം തന്നെയാണ്, മുദ്രാവാക്യം തന്നെയാണ് അവരുടെ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്യുന്നത്. കാരണം സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ഇത്തരത്തിലുള്ള അറസ്റ്റ് കൊണ്ട് നടക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മണിയെയും അതോടൊപ്പം തന്നെ മറ്റുള്ള നേതാക്കളെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തുകയാണ് CPM അതോടൊപ്പം തന്നെ പോലീസും. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് അവരുടെ ഭാഗത്ത് വരികയും ചെയ്തത്. പോലീസ് അവരെ സ്റ്റേഷന്റെ പുറത്ത് വെച്ച് തടഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവർ ഇതുവരെ തിരിഞ്ഞു പോകാനൊന്നും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുതയാണ്. അവർ ശക്തമായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഏതായാലും N സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അല്പസമയം തന്നെ നടക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും വകുപ്പുകൾ ചേർക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ചുമത്തിക്കുന്ന വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ കഴിയുന്ന വകുപ്പുകൾ മാത്രമാണ്. ആ ഒരു സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായ വകുപ്പുകൾ ചുമത്തുമോ എന്നടക്കമുള്ള സംശയങ്ങളും കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. VS രഞ്ജിത്തുമുണ്ട്. VS രഞ്ജിത്ത്, പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. സുജിയ, വലിയ തോതിൽ ഇപ്പോൾ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിദ്യാ ബാലകൃഷ്ണനും PM നിയാസും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ഇവരുടെ ഈ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് തീരുമാനം. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. അതായത് വലിയ തോതിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഇതിനെ കണക്കാക്കാനും ഈ രാഷ്ട്രീയ പ്രേരിതമായി നടന്ന അറസ്റ്റിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചേവായൂർ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയിട്ടുള്ള പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ പോലീസ് ഇവിടെ അധിക നേരം ഇവരെ കുത്തിയിരിക്കാൻ സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷെ സ്റ്റേഷനിലെ പോലീസിന്റെ ആൾബലമനുസരിച്ച്, അവരുടെ ഫോഴ്സിന്റെ ബലമനുസരിച്ച് ഇത്രയും പ്രവർത്തകരെ ഇവിടെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുക സാധ്യമല്ല. ഒരുപക്ഷെ കൂടുതൽ പോലീസ് ഫോഴ്സ് ഇവിടുന്ന് മാളൂർക്കുന്നിലെ ക്യാമ്പിൽ നിന്ന് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ അകത്ത് പോലീസ് സ്റ്റേഷനകത്ത് N സുബ്രഹ്മണ്യന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി എത്തുന്നു. കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസമായതുകൊണ്ട് മറ്റ് നേതാക്കന്മാരൊക്കെ UDFന്റെ നേതാക്കന്മാരൊക്കെ അവിടെയാണുള്ളത്. ഒരുപക്ഷെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട് ഇവിടെ എത്താനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ UDFന്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ ചേവായൂർ സ്റ്റേഷനിലേക്ക് എത്തി പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ ഇത്തരത്തിലൊരു നീക്കം കൊണ്ട് സാധിക്കില്ല. സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കില്ല. ഈ കേസിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള നേതാവിനെതിരെ ഇത്തരത്തിലുള്ള കേസെടുക്കുകയും ആ കേസ് ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടി വിട്ടയക്കാൻ സാധിക്കുന്ന ഒരു കേസായതിന്റെ പോലും വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ശേഷം പോലീസ് ഉടൻ തന്നെ അത് കസ്റ്റഡിയാക്കി മാറ്റുന്നു. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, അതും സ്വകാര്യ വാഹനത്തിൽ വന്നാൽ പോരാ, പോലീസ് വാഹനത്തിൽ വരണം എന്ന് ശാഠ്യം പിടിക്കുന്നു. ഇങ്ങനെ പോലീസ് വാഹനത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പോലീസ് വാഹനത്തിൽ അദ്ദേഹത്തിന് വരുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് രക്തസമ്മർദ്ദം അധികമാവുന്നത്. അദ്ദേഹത്തിന് പ്രാതൽ കഴിക്കാനോ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷറിന്റെ മരുന്ന് കുടിക്കാൻ പോലും അവസരം കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ ഈ സമരത്തിന്റെ മുൻനിരയിലേക്ക് എത്തുകയാണ്. അവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.